ഹലോ മാന്യരെ, വ്യാപാരികളും നിക്ഷേപകരും. നിങ്ങളോടൊപ്പമുള്ള പദ്ധതി ഗുരു മാർക്കറ്റ്സ്. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ സൂചകവും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ നോക്കാം. ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കാം. കോയിൻ ഫെറി, ചെക്കർ, KFY. ഈ അവലോകനം 2025 ഏപ്രിൽ 21 വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി കോയിൻ ഫെറി ഉപവിഭാഗത്തിൽ പെടുന്നു. ആഫോഴ്സ് സ്റ്റാഫ് 34 ഓർഗനൈസേഷനുകൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞങ്ങൾ അന്തിമ പരിഹാരങ്ങൾ കാണും. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: 10.7. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 2.3 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ ഓഹരി വിപണിയിലും US സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.8 പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു. കമ്പനിയുടെ 7 പോയിന്റ് റേറ്റിംഗിനെതിരെ കോയിൻ ഫെറി. ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു കോയിൻ ഫെറി ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു. കോയിൻ ഫെറി 0.4% ചലനാത്മക കാണിച്ചു. 1.4% ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ. ഇത് തീർച്ചയായും ഒന്നും അർത്ഥമാക്കുന്നില്ല, എന്നാൽ നിങ്ങൾ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പനിയുടെ വിപണി മൂലധനം കോയിൻ ഫെറി $3.14 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $94 ബില്യൺ ആണ്. കോയിൻ ഫെറി 3.334% ഓഹരിയുണ്ട്. ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $1.79 ബില്യൺ ആണ്. കൂടാതെ ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $24 ബില്യൺ ആണ്. കോയിൻ ഫെറി 7.415% വിഹിതമാണ്. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം കോയിൻ ഫെറി ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 3.334%. ബാലൻസ് ഷീറ്റ് മൂലധനം 7.415%. ഇത് വിനിമയ മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 122% കൂടുതലാണ്. ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്ത കമ്പനിയുടെ കടബാധ്യതകൾ $0.57 2 ബില്യൺ ആണ്. ബുക്ക് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇക്വിറ്റിയുടെ 32%. കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്കോർ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ മാർക്കറ്റ് വിലയുടെ ലാഭം 12.9 ആണ്. 36.3 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയിൽ ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ 64% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വില മുതൽ ലാഭസൂചകം വരെയുള്ള വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $243 മില്യൺ. വരുന്ന 12 മാസത്തെ ഫോർവേഡ് വരുമാനം $260 മില്യൺ. നിലവിലെ കണക്കിനേക്കാൾ 6.7% കൂടുതലാണിത്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിച്ച ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 1.1 ആണ്. 1.4 എന്ന ഉപവിഭാഗ ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ 21% കുറവാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള എക്സ്ചേഞ്ച് വിലയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $2,740 മില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം $2,910 മില്യൺ. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 6% കൂടുതലാണ്.
ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിൻ 8.9%. ഉപവിഭാഗത്തിൽ ശരാശരി 3.8%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 5.1%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 2.557%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 30% കുറവാണ്. ഈ വസ്തുത കമ്പനിയുടെ നിലവിലെ വിനിമയ മൂല്യത്തിന്റെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. കോൺ ഫെറി മിക്കവാറും പുനർമൂല്യനിർണയത്തിലേക്കാണ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് $346,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് ഇത് $265,000 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 30.6%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന് കമ്പനിയുടെ ലാഭം $26,800 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി $7,300 ആണ്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 267%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരന്റെയും വരുമാനം $302,000 ആണ്. ഉപവിഭാഗം പ്രകാരം $195,000. ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 55%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വരുമാനം കണക്കാക്കൽ നല്ലത് 0.5 പോയിന്റ്. ഓഹരികൾ 1.7% കുറവാണ്. ഉപവിഭാഗ ശരാശരി 4.9%. ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ്. സൂചകം റിസെ 14 കമ്പനിക്ക് 37% നിലവാരം കാണിക്കുന്നു. കോൺ ഫെറി ഉപവിഭാഗത്തിൽ റിസി ലെവൽ 14 ഏകദേശം 43%. സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ ഷെയറുകൾ പോലെ തന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. കോൺ ഫെറി കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയം ഏകദേശം $60.73 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $78.76 ആണ്. യഥാർത്ഥ വിലയുടെ ചലനാത്മകതയും സമയപ്രവചനവും ഏകദേശം 30%. നമുക്ക് ഓർഡർ പട്ടികയിലേക്ക് പോകാം. അത് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സെക്യൂരിറ്റി മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി കോൺ ഫെറി വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $60.72 എന്ന നിരക്കിൽ ഓപ്പൺ ബൈ ഓർഡർ. കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത്. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്കിമിന്റെ സൂചിക ലാഭം 65.68 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 55.76 ആയി നിശ്ചയിച്ചു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 മെയ് 21 എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വതന്ത്രമായി അവസാനിക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ ZIP ഒരു ബാലൻസിംഗ് സെയിൽ ട്രേഡ് ആണ്. ബാലൻസിംഗ് ട്രേഡിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇതിനകം തന്നെ പ്രസിദ്ധീകരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് നിലവിലെ വിലയിൽ വിപരീത ക്രമം നിശ്ചയിച്ചിരിക്കുന്നു.
അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ്. നിങ്ങൾ ശരിക്കും മികച്ച പ്രേക്ഷകരാണ്.